നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ട്രിയ അന്ന ട്രില്ലി. ഞാൻ കാക്കനാട് അസെൻഷൻ CSI സഭാംഗമാണ്. ജേർണി ത്രൂ ദി സാംസിൻ്റെ 5ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തന ഭാഗം 5ാം സങ്കീർത്തനമാണ്. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ മനോഹര ഗീതങ്ങളിൽ ഒന്നാണ് ഈ സങ്കീർത്തനം. കഷ്ടതയിൽ നിന്നുമുള്ള വിടുതലിനെ മാത്രമല്ല, ശ്രദ്ധയോടെ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നതിനായി നാം എപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ദാവീദ് 2 യാചനകൾ ദൈവം മുൻപാകെ വെക്കുകയാണ്. ഒന്നാമത്തെ യാചന, ദൈവമേ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ. 2, എൻ്റെ ധ്യാനം അവിടുന്ന് ശ്രദ്ധിക്കണമേ. തുടർന്ന് ദുഷ്ടന് വന്നു ഭവിക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ നീതിമാന് ലഭിക്കുന്ന പ്രതിഫലം വ്യക്തമാക്കുന്നു. കർത്താവിന് ഇഷ്ടമില്ലാത്ത 3 കൂട്ടരെ കുറിച്ച് ദാവീദ് ഇവിടെ പറയുന്നു. 1 ഫോഷ്ക് പറയുന്നവർ, 2 കുലപാതകന്മാർ, 3 ചതിയന്മാർ. ഈ കൂട്ടത്തിൽ നിന്ന് കർത്താവിൻ്റെ മക്കൾ അകന്നു മാറണമെന്നും അവരുമായി കൂട്ടുകൂടരുതെന്നും നമ്മെ ഉപദേശിക്കുന്നു. എന്നാൽ ദൈവമക്കൾ ദൈവം എപ്രകാരം സന്തോഷിപ്പിക്കുന്നു എന്നും എങ്ങനെ നമ്മെ കാത്തു പരിപാലിക്കുമെന്നും 12ാം വാക്യത്തിൽ പറയുന്നു. യഹോവ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീതിമാനെ യഹോവ തൻ്റെ ദയ കൊണ്ട് മറയ്ക്കും. ആയതിനാൽ കർത്താവിനെ സ്നേഹിക്കുവാനും നിഷ്കളങ്കരായി ഇരിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും അവിടുത്തെ കൃപ ബഹുത്വത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനുമായി നമുക്കൊരുങ്ങാം. ഈ പുതുവർഷത്തിൽ നാം എല്ലാവരെയും കർത്താവ് കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.